ഹലോ, അസ്സലാമു അലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഒരു കോഴ്സിന് വന്നിട്ടുണ്ടായിരുന്നല്ലോ ബാംഗ്ലൂർ. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോഴും ഞാൻ ബാംഗ്ലൂരിലാണ്. അപ്പം നമ്മുടെ കോഴ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. എന്നാൽ ശരി, എല്ലാവരും വീഡിയോയിലോട്ട് പോകാം. 15-day program on spoken English and English language pedagogy for the primary school teachers of the Union Territory of Lakshadweep എന്നാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ പേര്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് രണ്ടാമത്തെ ബാച്ചിലാണ്. ആദ്യത്തെ ഒരു ബാച്ച് ഇവിടെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് മിനിക്കോയ് ദ്വീപിലായതുകൊണ്ട് നമ്മൾ കുറച്ച് ദ്വീപിലുള്ള ആൾക്കാരൊക്കെ രണ്ടാമത്തെ ബാച്ചിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ആദ്യത്തെ ബാച്ചിലേക്ക് ഉള്ള കുറച്ച് ആൾക്കാരും കൂടി ഈ ഒരു ബാച്ചിലേക്ക് ചേർന്നിട്ടുണ്ട്. അതായത് അവർക്ക് കുറച്ച് വെക്കേഷൻ്റെ ഒരു സമയമല്ലേ, അപ്പോൾ ഏപ്രിൽ മാസം വരാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് പേര് മാറിയിട്ടുണ്ട്. അങ്ങനെ വന്നവരും ഉണ്ട് കേട്ടോ. പിന്നെ നേരത്തെ വന്ന ആ ഒരു സമയത്ത് നമുക്ക് വെറും പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന് മാത്രമായിരുന്നു ഈ ഒരു കോഴ്സ്. പക്ഷേ ഇപ്പോൾ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, ലൈബ്രറിയൻസ് ഇവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരും ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1.5 ദിവസം മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ. നിങ്ങൾ നമ്മുടെ മുന്നിലത്തെ വീഡിയോ കണ്ടവർക്ക് അറിഞ്ഞിട്ടുണ്ടാവും അത്. അപ്പോൾ നമ്മൾ മെജസ്റ്റിക്കിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസത്തെ എൻ്റെ കോഴ്സിന് ഞാൻ പോവാണ്. 13-ാം തീയതിയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12-ാം തീയതിക്ക് ഞാൻ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇവിടെ വിട്ടിട്ട് പോവാണ്. അപ്പോൾ അദ്ദേഹം എറണാകുളത്ത് ചെന്നിട്ട് ഞങ്ങളെ മക്കളെ നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് പിന്നെ റൂം എടുത്ത് 2 പേർക്കും ഇവിടെ നിൽക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരുപാട് ദൂരെയാണ് നമ്മൾ ഈ കോഴ്സുള്ള സ്ഥലം. അപ്പോൾ അതിനേക്കാളും നല്ലത് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഹോസ്റ്റൽ റൂമൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അതേപോലെ തന്നെ ഫുഡും ഒക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് തരും. അപ്പോൾ അതാണ് കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാണ്. അദ്ദേഹം ഇന്ന് എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്ന് ഷിപ്പ് കയറിയിട്ട് നാട്ടിലേക്ക് പോകും. പക്ഷേ മനസ്സുകൊണ്ട് എനിക്ക് ഇവരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. എനിക്കിങ്ങനെ ഹോസ്റ്റലിലൊന്നും പോയി നിൽക്കുന്നത് ഇഷ്ടമല്ല, ഇവരെ പിരിഞ്ഞിട്ട്. പിന്നെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ജ്ഞാനഭാരതി ക്യാമ്പസിലാണ് നമ്മുടെ RIE റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ഉള്ളത്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഓട്ടോയിലോട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ എന്നെ കൊണ്ടാക്കാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇളയമ്മയുടെ മോൻ സാബർ അലി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരാണ് ആൾ. അപ്പോൾ അങ്ങനെ അവനെ കൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ അല്ലേ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ടൊക്കെ പോയി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അവന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ബൈക്ക് ആക്സിഡൻറ്റ് ആയിട്ട് അവനിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണുള്ളത്. വലിയ അപകടമൊന്നും ആയിട്ടില്ല, എങ്കിലും അവനൊരു 1.5-2 മാസത്തെ റെസ്റ്റൊക്കെ വേണം. അങ്ങനെ എന്നെ വിട്ടിട്ടൊക്കെ പോയതിന് ശേഷം നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ലീവിൻ്റെ ദിവസമൊക്കെ വന്നിട്ട് ഹോളിഡേ ഒക്കെ ഉള്ള ദിവസങ്ങളുണ്ടല്ലോ, സൺഡേ ഒക്കെ. അപ്പോൾ അന്നൊക്കെ നമ്മൾ കറങ്ങണം ബാംഗ്ലൂർ മുഴുവൻ. അങ്ങനെ കുറേ പദ്ധതികൾ ഞങ്ങൾ നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നമ്മൾ നടന്നില്ല. പാവം അവന് അസുഖമായി, ആക്സിഡൻ്റ് ആയിട്ട് അങ്ങനെ കിടക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ, നമ്മൾ വിചാരിക്കുന്ന ഒന്ന് നടക്കുന്നത് മറ്റൊന്ന്. പിന്നെ ഞാൻ ബാംഗ്ലൂർ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഭയങ്കര ചൂടാണെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു തോന്നൽ തെറ്റാണെന്ന് അവൻ തന്നെ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് 2-ാമത്തെ ദിവസം തന്നെ എനിക്കും മനസ്സിലായി. ഭയങ്കര ഒരു തണുപ്പാണ്, പച്ചപ്പ് പുതച്ച ഒരു നഗരമാണ്, നല്ല തണുപ്പുള്ള ഒരു സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ. എനിക്ക് അന്ന് എങ്ങനെയാണ് തോന്നിയത് എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ഈ വന്നിരിക്കുന്ന ഈ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഒരു പച്ചപ്പ് പുതച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ക്യാമ്പസ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ശരിക്കും നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളൊക്കെ അങ്ങനെയല്ലേ, ഈ യൂണിവേഴ്സിറ്റികളൊക്കെ അതെയോ ഇങ്ങനെ ഒരു കുറേ ചെടികളുടെ ഒക്കെ ഇടയിലല്ലേ. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് മരങ്ങൾക്കിടയിൽ കൂടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ എത്തിയപ്പോഴേക്ക് തന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ അപ്പോഴും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ദിവസം മുന്നേ തന്നെ എത്തി. അവിടെ റൂം എടുത്തവരും ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് റൂമുണ്ട്, ഡോർമെട്രി ഉണ്ട്. അപ്പോൾ നേരത്തെ വരുന്നവർക്ക് നല്ല റൂം കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ നേരത്തെ വന്ന സമയത്ത് നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് റൂമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോഴാണ് നമുക്ക് അമളി പറ്റിയെന്ന് മനസ്സിലായത്. 1.5 ദിവസം മുന്നേ വന്ന എനിക്ക് ഡോർമെട്രിയിൽ കിടക്കേണ്ട ഗതികേടാണ് എത്തിയത്. അതെൻ്റെ ഒരു ബുദ്ധിക്കുറവാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എൻ്റെ ഭർത്താവിന് എന്നെക്കാളും അങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ല ബുദ്ധിയുണ്ട്. അദ്ദേഹം ഇന്നലെ മുതൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അവിടെ പോയിട്ട് നിനക്കുള്ള റൂമൊക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം, എന്നിട്ട് നീ പിറ്റേ ദിവസം പോകുമ്പോഴേക്കും നിൻ്റെ റൂം ഉണ്ടാവുമല്ലോ അവിടെ. അത് ഞാൻ അനുസരിച്ചില്ല. അനുസരണയുടെ കാര്യത്തിൽ ഞാൻ പിന്നെ പണ്ടേ ഇച്ചിരി പുറകിലാണ്.
അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും എല്ലാവർക്കും റൂമൊക്കെ കിട്ടി. ഇനി വരുന്ന ആൾക്കാർക്കൊക്കെയും ഡോർമെട്രിയെ കിട്ടുള്ളൂ. കാരണം വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന കുറേ ടീച്ചേഴ്സും നമ്മളെപ്പോലെ തന്നെ കോഴ്സിന് വന്നവരുണ്ട്, ഇവിടെ ട്രെയിനിങ്ങിന് വന്നവരുണ്ട്. കേരളത്തിലേതും ഉത്തർപ്രദേശിലെയും അങ്ങനെയൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള സംസ്ഥാനങ്ങളിലെ ആൾക്കാരൊക്കെയും ഇങ്ങോട്ടേക്കാണ് വരുന്നത് ട്രെയിനിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തരാൻ റൂമില്ല. അപ്പോൾ ഇനി വരുന്നവർക്കൊക്കെയും ഡോർമെട്രിയെ തരികയുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളെ റൂമല്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിറ്റ് തോന്നി. കാരണം എൻ്റെ റൂമിൻ്റെ നമ്പർ L2 എന്നാണ്. അപ്പോൾ തന്നെ എനിക്ക് L2 എമ്പുരാനാണ് ഫസ്റ്റ് തന്നെ ഓർമ്മ വന്നത്. അപ്പോൾ എനിക്കൊരു സമാധാനം. എന്തായാലും L2 എന്ന് പറയുന്ന ഈ റൂം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നതിൽ നമ്മളൊക്കെ എൻ്റെ ഒരു അനിയനുണ്ട്, അവന് ഈ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് മാത്രം കേരളത്തിലേക്ക് വന്ന ആളാണ്. അപ്പോൾ അവനൊരു വെളിപ്പേരും കിട്ടിയിട്ടുണ്ടായിരുന്നു, എമ്പുരാനി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ L2 എമ്പുരാൻ എന്ന് എനിക്ക് തോന്നിയ ആ ഒരു റൂം തന്നെയാണ് എനിക്ക് കിട്ടിയത്. അറിയില്ല, എനിക്ക് സിനിമയോടുള്ള പ്രാന്തം കൊണ്ടായിരിക്കും അങ്ങനത്തെ റൂമൊക്കെ തന്നെ കിട്ടിയത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തൻവീറായും പിന്നെ അതുപോലെ തന്നെ നാസിറ MK അങ്ങനെയുള്ള കുറേ നേരത്തെ അറിയാവുന്ന വേറെയും കുറേ ആൾക്കാരൊക്കെ അവർക്കൊക്കെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ റൂം കിട്ടി. ശരിക്കും പറഞ്ഞാൽ നേരത്തെ അല്ല, അവരിന്നാ വന്നത്. നേരത്തെ വന്ന എനിക്ക് ഡോർമെട്രിയാണ് കിട്ടിയത്. അത് പിന്നെ എൻ്റെ കുറച്ച് അഹങ്കാരം കൊണ്ടാണല്ലോ ഇപ്പോൾ കിട്ടിയത്. നേരത്തെ വന്നിരുന്നുവെങ്കിൽ കിട്ടുമായിരുന്നു. പിന്നെ ആകെ 1.5 ദിവസത്തേക്ക് എനിക്ക് ആ ഒരു റൂമിൽ, അതായത് ആ ഒരു ഡോർമെറ്ററിയിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളൂ. 1.5 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഞങ്ങൾക്ക് റൂം തന്നിട്ടുണ്ടായിരുന്നു. എനിക്കും എൻ്റെ ഫ്രണ്ട് ഷമ്മുനും ഒക്കെ നമുക്ക് റൂം തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു റൂമാണ്, സൂപ്പറായിട്ടുള്ള റൂം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ എടുത്തത് വെജിറ്റേറിയൻസ് ആണ്, കൂടുതലും വെജിറ്റേറിയൻ ഫുഡാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് 2-3 ദിവസം ചിക്കനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് മുട്ടയൊക്കെ തരും അങ്ങനെ. പക്ഷേ ഡെയിലി പഴം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നാസിറ എന്നോടൊരു കാര്യം പറഞ്ഞത്. നമ്മുടെ കൂടെ +1 +2 ഒക്കെ പഠിച്ചിരുന്ന പ്രശാന്ത് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് താഴേക്ക് പോവാം എന്ന് പറഞ്ഞു. അവൻ വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രശാന്തിനെ കാണുകയാണ്. എനിക്കൊന്നും നീണ്ട ഒരു ഇപ്പോഴാണ്, എത്ര വർഷം കൂടിയാണ് എനിക്ക് അന്ന് പഠിച്ചതിന് ശേഷം ഇപ്പോഴാണ് അവനെ കണ്ടത്. പിന്നെ നമുക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കാണുന്നത് കൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ ദിവസമായത് തോന്നി. കാരണം ഇവിടെ വന്ന് ഇവനെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വലിയൊരു സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിറയെ മാങ്ങകളുടെ കൃഷിയാണ്. ഒരുപാട് മാവുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പുളികൾ, അരിനെല്ലിക്ക എന്ന് വേണ്ട അധികം പുളിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറുനാരങ്ങ, ഇതിൻ്റെയൊക്കെ മരമുണ്ട്. എനിക്ക് പിന്നെ പച്ച മാങ്ങ അത് കണ്ടാൽ എൻ്റെ കൺട്രോൾ മൊത്തം പോവും. ഞാൻ പിന്നെ ഇവിടുന്ന് പറിക്കാൻ പോയപ്പോൾ അല്ലേ ഇവിടുത്തെ കുറേ ടീച്ചേഴ്സ് പറയുന്നുണ്ടായിരുന്നു പറിച്ചാൽ വഴക്ക് പറയുമെന്ന്. പക്ഷേ നമുക്ക് അവിടുത്തെ ആ സെക്യൂരിറ്റിയെ പെട്ടെന്ന് തന്നെ കയ്യിലെടുത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു അതൊക്കെ പറിച്ചോളാൻ. അങ്ങനെ കരിമ്പനക്കാട്ടിൽ ആന കയറിയ മാതിരിയായിരുന്നു പിന്നെ എൻ്റെ ഒരവസ്ഥ. അങ്ങനെ ഇതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഉദ്ഘാടന ദിവസം. ഒരുപാട് അധ്യാപകർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നേരത്തെ അറിയാവുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ആൾക്കാരൊക്കെ പുതിയ പുതിയ ടീച്ചേഴ്സിനെ പരിചയപ്പെടാനും ഈ ഒരു 15 ദിവസത്തെ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് സാധിച്ചു. ഇത്ര അധികം അധ്യാപകർ ലക്ഷദ്വീപിൽ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സായിട്ടുണ്ട് എന്നറിഞ്ഞതിൽ തന്നെ നമുക്ക് ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നും. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ മിനിക്കോയിലെ ടീച്ചർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ്. അങ്ങനെ അവരെയൊക്കെ കൂടി വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇരട്ടി മധുരം എന്നൊക്കെ പറയൂല, അങ്ങനത്തെ ഒരു സന്തോഷം. പിന്നെ നമ്മുടെ കോർഡിനേറ്റർ ആണെങ്കിലും നമ്മളെല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം എന്നൊക്കെ നമ്മൾ പറയൂല, അങ്ങനത്തെ ഒരു സമയമായിരുന്നു ഈ ഒരു കോഴ്സിൻ്റെ ദിവസം. പിന്നെ ഇതാ ഈ നിൽക്കുന്ന വ്യക്തിയാണ് നമ്മുടെ കോർഡിനേറ്റർ, റിയാസ് എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ പിന്നെ ഉദ്ഘാടന കർമ്മമൊക്കെ തുടങ്ങി. നമ്മുടെ ലക്ഷദ്വീപിൽ നിന്നുള്ള ഷാനവാസ് സാറും പിന്നെ അതുപോലെ തന്നെ ദൽഹദ് സാറും വന്നിട്ടുണ്ടായിരുന്നു, സബ്ജക്റ്റ് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ ഇവിടുത്തെ പ്രിൻസിപ്പൽ സാറാണിത്. പിന്നെ ഇവരൊക്കെയും ഈ കോഴ്സിനെ കുറിച്ചിട്ടും കോഴ്സിൽ നിന്നും നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മളോട് പറയാനും പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള 2-3 അധ്യാപകരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ റുബീന ടീച്ചറും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചിലരുടെയൊക്കെ പേരറിയില്ല, പിന്നെ അസഹാരി ടീച്ചറും, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ നമുക്ക് എന്തൊക്കെയാണ് ഈ കോഴ്സ് കൊണ്ട് നേടേണ്ടത് എന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ക്ലാസ് ഒന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഉദ്ഘാടനം, അതായത് ഇനാഗുറേഷൻ്റെ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളും, അതിനുശേഷം നമുക്കൊരു ഐസ് ബ്രേക്കിങ്ങിൻ്റെ സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പരിപാടികളൊന്നുമില്ല. ഇനി നാളെ മുതലാണ് നമ്മുടെ കോഴ്സ് ആരംഭിക്കുന്നത്.
പിന്നെ നമ്മൾ നേരത്തെ കോഴ്സിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ, ആ സമയത്തുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ കൂട്ടത്തിൽ ഒരു പുതിയ മിസ്സ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മാത്രമാണ്, അവരൊരു ഗസ്റ്റ് ലെക്ചറാണ്, അവർ മാത്രമാണ് പുതിയതായിട്ട് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരെയും നമുക്ക് അറിയാവുന്നവരൊക്കെ തന്നെ, നേരത്തെ കോഴ്സിന് വന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ പുതിയതായിട്ടൊരു ഗസ്റ്റ് ലെക്ചർ ഉണ്ട്, വേറെ ആരും പുതിയതായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം നേരത്തെ ഉള്ള എല്ലാവർക്കും ഇവരെ അറിയാം. പിന്നെ ഉണ്ടല്ലോ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവരിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുക. അവർ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അതിൻ്റെ യാതൊരു അഹങ്കാരവും അങ്ങനെ നമ്മളെ ഒക്കെ എന്താണ് പറയുക, അവരെക്കാളും ഒരുപാട് താഴേക്കുള്ള ഒരു വിവരമുള്ള ആൾക്കാരാണ് എന്നുള്ള ഒരു ചിന്താഗതിയൊന്നുമില്ല. നമ്മൾ അവരൊക്കെ തുല്യമായിട്ടുള്ള ആൾക്കാരെന്ന പോലെയാണ് ആ ഒരു അധ്യാപകർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് കാര്യം വേണമെങ്കിലും തെറ്റിയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ ഈ ഒരു ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ ആ ഒരു സ്വഭാവം കൊണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസം നമുക്ക് ക്ലാസ് ഒന്നുമില്ല, ഐസ് ബ്രേക്കിങ്ങിൻ്റെ സെഷനാണ്. പിന്നെ അതിന് മുന്നേ നമുക്കൊരു ചായ കൂടി ഉണ്ടായിരുന്നു. ഈ ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ട് ഇവിടെ, ഒരു ബിഗ്, അതിൻ്റെ താഴെയാണ് നമ്മൾ ചെന്നപ്പോൾ തന്നെയല്ലേ അവിടെ 2 ചക്ക അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വീണതൊന്നുമല്ല, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചക്ക ഇട്ടിട്ട് ആരോ വെച്ചതാണ്, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെയായിരിക്കും. ഈ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ മെസ്സൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ ആൾക്കാരായിരിക്കും. പിന്നെ എല്ലാവർക്കും കൊതിയായിരുന്നു ആ ചക്ക. ഞങ്ങൾക്കാർക്കും ഈ ചക്ക കിട്ടിയില്ല, പക്ഷെ എന്നാലും കൊതി ഉണ്ടായിരുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യമാണ് കൂടുതലായിട്ട് ഊന്നി പറഞ്ഞത്. പിന്നെ അവിടെയുള്ള മറ്റ് അധ്യാപകർക്ക് എൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് അവർ പറഞ്ഞവർക്കൊക്കെ കൊതിയാവുന്നുണ്ട് എന്ന്. അതുകൊണ്ടോട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ എല്ലാ അധ്യാപകർക്കും കൊതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഐസ് ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. കുറേ ആക്ടിവിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാലല്ലേ, ഞങ്ങളെല്ലാവരും വീണ്ടും കോളേജ് ലൈഫിലേക്ക് പോയ പോലെയാണ് നമുക്ക് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു, ഓടലും ചാടലും അങ്ങനെ കുറേ പണികൾ നമുക്കുണ്ടായിരുന്നു. പിന്നെ ഒപ്പനാട് സ്റ്റെപ്പ് പോലത്തെ കുറേ സ്റ്റെപ്പൊക്കെ എടുപ്പിക്കലും പാട്ടുപാടലും അങ്ങനെ നല്ല രസമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു ഈ ഒരു സമയം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, കുഞ്ഞു വ്ളോഗാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. നമ്മൾ ഷോപ്പിങ്ങിന് പോയതും പിന്നെ നമ്മളെ ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ പോയതും ഒക്കെ കുറച്ച് വിശേഷങ്ങൾ, ഇവിടുത്തെ കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും കാണാതെ ഇപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം, ഉടൻ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇനിയും പുതിയ പുതിയ വീഡിയോകളും പുതിയ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ കൂടെയുള്ള ആ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പിന്നെയും വരാം. അസ്സലാമു അലൈക്കും.